ഇല്ല, നിങ്ങളടുത്ത് ഞാൻ ഇപ്പം ചോദിച്ചു, ഫിറോസൊക്കെ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അവിടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കുമെന്ന് വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല. അപ്പൊ രേണു അത് ചെയ്തപ്പം ആഹാ അല്ലേ, സൂപ്പർ. അല്ല, അങ്ങനല്ല അതിനകത്ത് വേറെ ഒരു അവളെ കണക്കല്ലല്ലോ നമ്മളൊരു ഫീൽഡിൽ വലുതായിട്ട് നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ അപ്പൊ അവളെ കണക്കല്ല നിങ്ങൾ സമ്മതിച്ച്. എല്ലാവർക്കും നമസ്കാരം. അവറ്റകളുടെ കരച്ചിൽ കാണാൻ എന്താ രസം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ഇതിൽ ചില ആൾക്കാരെ വോയിസ് റെക്കോർഡ് അടക്കം വെച്ച് എക്സ്പോസ് ചെയ്ത് വിടുകയാണ്. എന്നോട് ഫോണിൽ സംസാരിക്കുന്നത് ഒന്ന്, എന്നാൽ വീഡിയോയിൽ പറയുന്നത് മറ്റൊന്ന്. നമുക്ക് ഡോറയുടെ പ്രയാണം തുടങ്ങണ്ടേ? പ്രയാണത്തിലോട്ട് പോകാം. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. സച്ചിന ചേച്ചിയെ, ചേച്ചി മൂഞ്ചിയേ, വേറൊന്നുമില്ല. വാഴ്ക്കൈ പോകുതേ മൂഞ്ചി 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 പോകുതേ. വാവ്, അമേസിങ്. ചേച്ചിക്ക് ബിഗ് ബോസ് കാരണം എങ്ങനെയാടാ കുട്ടാ കയറേണ്ടത്? രേണു ചേച്ചിയില്ലേ കേൾക്കണം, നമുക്ക് അതിലോട്ടൊക്കെ വരാം. അതൊന്നും അല്ല, ഇവിടെ ഈ സജ്ന എന്ന് പറയുന്ന ലവര് വന്നിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഘോര പ്രസംഗിച്ചുകൊണ്ട് ഘോര നിൽക്കുന്നുണ്ടല്ലോ. പക്ഷെ അവരെന്നോട് ഫോണിൽ സംസാരിച്ച സമയത്ത് രേണുവിനെ വരെ പറയുന്നുണ്ട്, രേണുവിനെ പോലെ നന്ദിയില്ലാത്തവള് ഞാനാവത്തില്ല. കേൾപ്പിച്ചു തരാം. ആടെ പോണേ സമാഷായിട്ടാണ്, ഞാൻ വേണ്ട പോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ട കേസാണ്. ഒരു 3-4 ദിവസം ആയിട്ട് സംസാരിച്ചിട്ട്, 8 ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ന്യൂ ഇയറിന്റെ തലേ ദിവസം അന്ന് എങ്ങാണ്ടാ എന്തോ സംസാരിച്ചു. എന്തായാലും ഞാനന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഇതൊക്കെ എന്തെങ്കിലും ആവശ്യം വരും, കാരണം അമ്മാതിരി പരിപാടികളാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ട് ആവശ്യം വരുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ഒരു വീഡിയോ ഉണ്ട്. വീഡിയോ കണ്ട സമയത്ത് ഇത് വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് അടിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെയൊക്കെ ചെളിവാരി അടിക്കാം, കരിവാരി തേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ടീമാണ് സജിന. ഇനിയിപ്പോ സജിനയിലപ്പോ ഞാൻ ഈ വോയിസ് പുറത്തു വിടുമ്പോൾ പറയും, അത് ഞാൻ അവന്റെ ഉള്ളറിയാൻ വേണ്ടിയിട്ട് സംസാരിച്ചാണെന്ന്. 1.5 മണിക്കൂറിന്റെ ഫുൾ വോയിസ് എന്നെ കൊണ്ട് വിടിപ്പിക്കില്ല. എനിക്ക് വയ്യ. അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ മാന്യമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ സംസാരിച്ചു. അവരും എന്നോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു. അതൊക്കെ മൊത്തം എടുത്ത് നാട്ടുകാരെ കേൾപ്പിക്കണം. എന്തിനാ ചേച്ചിയെ, നമുക്കതൊന്നും വേണ്ട. പക്ഷെ മർമ്മപ്രധാനമായ ഒരു 2-3 പോയിന്റ് ഞാൻ കൊടുക്കാം. ഇതിന്റെ അപ്പുറം കുറെ പോയിന്റുകളുണ്ട്, വേണ്ട. നമുക്ക് മർമ്മപ്രധാനമായിട്ടുള്ള 2-3 കൊടുക്കാം. ആദ്യം സജിന ചേച്ചി ഇന്നലെ ഇട്ട വീഡിയോയുടെ ക്ലിപ്പ് ഒന്ന് കാണാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അതെന്തായാലും, പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ അങ്ങനെ ഒരു ഇത് ഇങ്ങോട്ട് ഇട്ട് തന്നത് യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് ആർക്കും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ബ്ലോഗും വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. ഞാൻ ഷെഫിനത്തൊക്കെ വേണ്ടി തന്നെയാണ് ആ വോയിസ് ഇട്ടത്. ബിഷപ്പിൻ്റെ ഒരു ഓഡിയോ കയ്യിലിരിപ്പുണ്ടെന്ന്. കാരണം അവർ ഇത്രയും കിടന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവർക്ക് വേറൊരാൾ കൊടുക്കുന്ന വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് ആ വോയിസ് റെക്കോർഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല, ആ വോയിസിലില്ല. ഞാൻ തന്നെയല്ലേ ഇത് കടിച്ചു പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്ന് പറയുന്ന പോലെ ഞാൻ തന്നെയല്ലേ വോയിസിന്റെ ഇതിലിപ്പോ പാമ്പാരാ സജിന ചേച്ചി, പാമ്പാരാ സജിന ചേച്ചി, കടിച്ചതാരാ ബാക്കിയുള്ളവര്. അപ്പൊ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷറപ്പിക്കേണ്ടതാരാ ബാക്കിയുള്ളവര്. എന്തായാലും സജിന ചേച്ചി നിലവാരം മേൽപ്പറഞ്ഞ കടികൾ ഒന്നുമേ നഹിഹേ. വീഡിയോ ആദ്യമായി കാണുന്നത് ഹൈപ്പടിക്കൂ, ലൈക്ക് അടിക്കൂ, സബ് അടിക്കൂ. വേറൊരു ചേച്ചിയുണ്ട്, സീതു ചേച്ചി കവന്നിട്ട് മെഴുകുക. അയ്യോ, എന്തിനോടാ ഇതിൽ വലിച്ചിട്ടത്? പിന്നെ നിങ്ങൾ വലിച്ചിടാതിരിക്കാൻ പറ്റാ മുഖ്യമന്ത്രി പോട്ട് അത് വിട്, അതാ സൈഡിൽ കിടക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഫോക്കസ് ഓൺലി ഓൺ സൈന ചേച്ചി, മേം ഹോം നെയ്മ് മുസ്താദ് എന്റെ കൂടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. നിലപാട് വെട്ടിപ്പ്. എന്തായാലും ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് കാണണമല്ലോ, കാണിച്ചു തരാം, കാണാം. ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കട്ടെ. ജനങ്ങൾക്ക് ഇങ്ങനെ ക്യൂരിയോസിറ്റിയിലേക്കാണ്. സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അടിക്കും. നമുക്ക് ഇനിയും കൂടുതൽ വോയിസുകൾ കേൾക്കാം. അല്ലതില് നമ്മളെല്ലാരും കിടന്ന് പെടാപ്പാട് പെടുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭൂമി, ഒരു കിടപ്പാടം, അത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഡ്രീമാണ്. ഇത് ഇത്രയും സഹായം ചെയ്ത ബിഷപ്പ് മോശക്കാരനാണെന്നോ അല്ലെങ്കിൽ അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങേരെ കയ്യിലിരിക്കുന്ന 7 സെന്റ് വസ്തു എടുത്ത് ഓസിന് കൊടുത്തു. അതിന്റെ നന്ദി കാലാകാലം വന്നിരുന്ന് കാല് കഴി വെള്ളം കുടിക്കണമെന്നൊന്നും ഞാൻ പറയൂല. ഒരു നന്ദി അവർക്കിടയിൽ നമുക്ക് രണ്ട് കൂട്ടർ, പോസിറ്റീവ് പറയുന്നവർക്കാരും നെഗറ്റീവ് പറയുന്നവർക്കും അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നം? ഒരു പേഴ്സണലി പ്രശ്നവും ഇല്ല. ഞാൻ അവിടെ പോയത് തന്നെ, നിങ്ങളും പോയതല്ലേ? ബിഷപ്പിന്റെ വീട്ടിലൊന്നും ഞാൻ പോയിട്ടില്ല. വീട്ടിലല്ല, ആ ഏരിയയിൽ എന്തൊക്കെ പോയിട്ടില്ലേ? രേണുവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അത് തന്നെ കണ്ടതല്ലേ? ബിഷപ്പിന്റെ വീട്ടിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അന്ന് എന്നിട്ട് മറുനാടൻ വെച്ചു കൊടുത്ത മതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുനാടൻ പൈസയാണ് കൊടുത്തത്, അല്ലാണ്ട് പണിക്കാരെയും അതാ ഈ പറഞ്ഞത്. ഇയാള് പോയിട്ടുണ്ട്, ഇയാൾ കണ്ടല്ലോ ആ മതില്. അത് വച്ചതും ചെയ്തതും മനസ്സിലായ? വച്ചതും ചെയ്തതും മറുനാടനല്ല.
ഇവര് മറുനാടൻ പറഞ്ഞ പൈസ കൊടുത്ത് പരാതിയൊന്നും അവർ ഇമാജിൻ ചെയ്തുണ്ടാക്കിയതല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇവര് പറഞ്ഞത്. അപ്പൊ ആൾക്കാരെല്ലാരും ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് കുറ്റം പറയുന്നത് എന്നുള്ളൊരു നന്ദികേടാണ്. എല്ലാ നന്ദികേട് ആൾക്കാരും തന്നെയാണ്, കണ്ടന്റ് നന്ദികേട് തന്നെയാണ്, നന്ദികേട് തന്നെയാണ്, നന്ദികേട് മാത്രമാണ്. മറുനാടൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മതിൽ വെച്ച് കൊടുത്തു, അവൻ വെച്ചെന്ന മതിൽ ഇടിഞ്ഞു പൊളിയാൻ വേണം. നിനക്കൊക്കെ പിന്നെ ഇനി കൊട്ടാരത്തിൽ നിന്ന് മറ്റേ സ്വർണ്ണം പൂശിയ കിറണ്ടി എടുത്തോണ്ട് വന്നിട്ട് പൂശി തന്നു വിടാം നിനക്കൊക്കെ. പിന്നെ അല്ലാണ്ട് എവിടെ കിടന്നതിനൊക്കെ വലിച്ചീന്ന് കിടത്തോണ്ട് നല്ല സ്ഥലത്തിട്ട്, അതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, അട്ടയെ പിടിച്ച് മത്തയെ കിടത്തിയെന്ന്. അത് കിടക്കും, അത് ചെളികുണ്ടിലേക്കേ പോകത്തുള്ളൂ. മറുനാടൻ അന്ന് മതിൽ വെച്ച് കൊടുക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുനാടൻ നേരിട്ട് വന്ന് കോൺക്രീറ്റ് ഇട്ട് മാവെന്ന് സിമന്റ് കുഴച്ച് പൂശി കൊടുത്തില്ല, ഫണ്ട് കൊടുത്തു. മനസ്സിലായി, 1 ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുത്തു. അതാണ് എല്ലാവരും പറഞ്ഞത്. അതും മറുനാടന് കുറ്റമായി, മറുനാടന്റെ മതിൽ ഇന്നാ പോണെന്ന്. തോന്നടേ, അതാണ് അർഹതപ്പെട്ടവരെ സഹായിക്കണം, അല്ലാതെ തന്നെ സഹായിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇവിടെ ബിഷപ്പ് എന്ത് തെറ്റ് അങ്ങേര് ചെയ്തത് നിങ്ങളൊന്ന് പറ. 7 സെന്റ് തന്റെ ഇതിലുള്ള 7 സെന്റ് വസ്തു എടുത്ത് അദ്ദേഹം കൊടുത്തു. അതാണ് അങ്ങേര് ചെയ്ത തെറ്റ്. അത് തെറ്റ് തന്നെയാണ്. അർഹതപ്പെട്ട കൈകൾക്ക് കൊടുത്തില്ല, എവിടെ കടന്നതിനൊക്കെ കൊടുത്ത്. അവസ്ഥ ഇതാണ് അവസ്ഥ. ഇവിടെ ഇപ്പം ഈ സജിന പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടു നോക്കും. ഇവരെ നിലപാട് ഇവിടെ തന്നെ ടപയെന്ന് പറഞ്ഞ് പൊട്ടിത്തറയ്ക്കും, ടപടയെന്ന് പൊട്ടും. നിങ്ങളൊന്ന് ആലോചിച്ചു. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒറ്റ ചോദ്യം. നിങ്ങൾക്കാണ് ഇതുപോലെ ഒരു ദാനം ആരെങ്കിലും വീട് വെച്ച് തന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ അവരെ ചെളിവാരി അടിക്കൂ? ഒറ്റ ചോദ്യം. ഇതിന് ഉത്തരം നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. നിങ്ങൾ അടിക്കുമെന്നാണെങ്കിൽ രേണുവിൻ്റെ അതേ കൂട്ടത്തങ്ങ് പൊക്കോ. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അന്തങ്ങളെടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. മെയിനായിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുമോ? ഒരാൾ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു വീട് വെച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലത്തെ പോക്കിൽ തന്നെ അവരോട് ചെയ്യുമോ? ഈ സജിനയുടെ അടുത്ത് അടക്കം ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പം അണ്ണാക്കി പിരിവെട്ടിയിരുന്ന് ടപ്പടർ മുട്ടായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കണ്ടേ? കേൾക്കാം കേട്ടുകൊണ്ടേയിരിക്കാം. രേണു ഇല്ല, ഇപ്പം രേണുവിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിൽ ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. പക്ഷെ നിങ്ങൾ സംസാരിച്ചാൽ ഇന്നേ വരെ എനിക്കൊരു ന്യായം തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഫോൺ മേടിച്ചു തന്നു, അത് നാളെ കംപ്ലൈന്റ് ആയി, നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുമോ കടയിൽ കൊണ്ടുപോകുമോ? അതല്ലേ ചെയ്യുള്ളൂ. കിട്ടിയല്ലോ തന്ന അത്രേ ഉള്ളൂ. അതേ ഞാൻ ഇവിടെ ചോദിക്കുന്നുള്ളൂ. രേണുവിന് കംപ്ലൈന്റ് വന്നപ്പോ വീണ്ടും ഫിറോസ് അണ്ണന്റെയും ബിഷപ്പ് അണ്ണന്റെയും മറുനാടന്റെ അണ്ണന്റെ അണ്ണാക്കി കൊടുക്കാണ്ട് അവക്ക് വന്ന പ്രശ്നം ശരിയാക്കിക്കൂടെ? അവക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാ? കേട്ടല്ലോ, ഇതല്ലേ ഞാൻ ചോദിച്ചു. ജെനുവിനായിട്ടൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് തന്നു, നിങ്ങൾക്ക് നാളെ ഗിഫ്റ്റിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു സഹായം ചെയ്തു, അത് തന്നെ വിചാരിക്കൂ. എന്തെങ്കിലും ഒരു സഹായം ചെയ്തു, നിങ്ങളുടെ പാവം നിങ്ങളുടെ അവസ്ഥയും കണ്ടും കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു സഹായം ചെയ്തെന്ന് വെക്കുക. നാളെ ആ സഹായം ചെയ്ത സാധനത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു, അല്ലെങ്കിൽ നിങ്ങൾ വീട് വെച്ച് തരികയോ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു, കുളം കുത്തി തന്നെങ്കിൽ എന്ന് വിചാരിക്കും. നാളെ കുളത്തിൽ മീൻ ചത്തു വീഴുക, കുറ്റക്കാരൻ ഞാനാവൂ? ഇല്ല അല്ലേ? നിങ്ങളത് ശരിയാക്കാനല്ലേ പോകത്തുള്ളൂ. അതിന്റെ പേരിൽ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് വരുമോ? ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തന്നില്ലേ, ഞാൻ ചെയ്ത് തരാനുള്ള മനസ്സെങ്കിലും കാണിച്ചില്ലേ? അതല്ലേ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ വിവരമില്ലാത്ത അട്ടയെ പിടിച്ച് മെത്തേക്കടത്തെ കിടക്കാത്ത അട്ടകൾ എന്ത് ചെയ്യും? ഇതുപോലെ കുത്തും. മനസ്സിലായ? ഇതുപോലെ കുത്തും. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇടിപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ ശഞ്ചിനെ. പാമ്പാരാണെന്ന് ഇപ്പൊ മനസ്സിലായി. നിങ്ങളൊക്കെ തന്നെയാണ് പാമ്പുകൾ. നിങ്ങളെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കും. ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. വിഷം ഇപ്പൊ ഇറങ്ങണ കാണിച്ചു തരാം. നിലപാടുകൾ കേട്ടോ. നിങ്ങൾക്കാണ് ഈ ഫിറോസിക്ക ഇങ്ങനെ വീഡിയോ വെച്ച് വന്നിട്ട് നാളെ നിങ്ങൾ അങ്ങനെ നെഞ്ചത്ത് പോകും. എനിക്ക് നിങ്ങൾക്കും ക്വാളിറ്റി ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അത്രേ ഞാൻ പറയത്തുള്ളൂ. എന്റെ അടുത്ത് അതാണ് എത്രയോ വീടില്ലാത്ത സ്ത്രീകൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങേര് ഇപ്പൊ ആ പരിപാടിയൊക്കെ നിർത്തി, ഇനി ഇങ്ങനെ ചെയ്യൂലെന്നൊക്കെയാണ് പറയണതെന്ന് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിൽ ഒരു റൂമും ഒരു ബാത്റൂമും ഒരു ചെറിയ അടുക്കളയും വെച്ചിട്ട് നമുക്ക് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അത്രയ്ക്ക് കയറി കിടക്കണം. വാടക വീടുകളിൽ കിടന്ന് പൈസകളും ഇല്ലാതെ കിടക്കുന്ന ആളുകളാണ്. കേൾക്കുമ്പോൾ പാവം തോന്നും. നിങ്ങൾ കേട്ടല്ലോ, ഞാൻ അവരുടെ അടുത്ത് സജിൻ്റെ അടുത്ത് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. ഫിറോസിക്ക, നിങ്ങൾക്കാണ് ഈ വീട് വെച്ച് തന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ നന്ദികേട് കാണിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല, കിട്ടിയത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവരെന്തർത്ഥത്തിലാണ് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തർത്ഥത്തിലാണ്? നിങ്ങൾക്ക് എന്ത് നിലവാരമുണ്ടോ? എന്തെങ്കിലും തേങ്ങയുണ്ടോ? ഒരു തേങ്ങയില്ല. നിങ്ങൾക്ക് എന്ത് നിലപാടാണ് ഇരിക്കുന്നത്? എനിക്ക് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ട്. എന്ത് നിലപാടെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി വിളിക്ക്. എനിക്ക് ആ നിലപാടെന്ന് പറഞ്ഞതാ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വേണ്ടാന്ന് വെച്ച് വിട്ട കേസാണ് കേട്ടാ. സത്യം സീരിയസ്ലി പറയാം. അവരെന്താ പോട്ടെ, അവരെന്തോ എനിക്ക് പാവം ഞാൻ പോട്ടെ, അവർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല കാണിക്കുന്നതെന്ന് ഞാൻ ആദ്യം വിചാരിച്ച്. പക്ഷെ വീണ്ടും വന്നിരുന്നിട്ട് ആ പാവത്തിനെയൊക്കെ എടുത്ത് കരിവാരി തേച്ചും ഒരുമാതിരി സംസാരിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത്? ഓപ്പണായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾ എന്നോട് പറഞ്ഞെന്താ ഫിറോസിക്ക ഇങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് വെച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ലെന്ന്. പക്ഷെ നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അതുപോലെ ആ നന്ദികേട് കാണിച്ചതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ബിഷപ്പിനെയും ഫിറോസിനെയും മറുനാടനെയും ഒക്കെ ചീത്ത വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുമാതിരി താഴ്ത്തി ആക്ഷേപിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഇരിക്കുന്നത്?
എന്ത് നിലപാടാണ് നിങ്ങൾക്കുള്ളത്? അപ്പൊ നിങ്ങളൊക്കെ നിലപാട് വേറെ, വീഡിയോയിൽ സംസാരിക്കുന്നത് വേറെ. അപ്പൊ രേണുവിന്റെ ഒന്ന് കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി വലിച്ചീറി ഒട്ടിക്കുമെന്ന് പറഞ്ഞ് അജണ്ട എടുത്ത് കീപ്പ് ചെയ്തുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതോ റീച്ച് കിട്ടുന്നതുകൊണ്ട് രേണുവിന്റെ കുറെ അന്തങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് മാത്രം തുടങ്ങി പോകുന്ന ഒരു ചാനലാണ്. ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചില്ല വേറെ എന്തെങ്കിലും കണ്ടന്റ് എടുത്ത് ചെയ്തുകൂടെ? ദിലീപിന്റെ ഒക്കെ റീസെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടെന്ന് ഞാൻ പറഞ്ഞില്ല. അവര് പറഞ്ഞാണ് നീ ഇല്ലെന്ന് പറഞ്ഞ ഞാൻ അതും എടുത്ത് കേൾപ്പിക്കും നാട്ടുകാരെ. അതുകൊണ്ട് എന്റെ പൊന്നളിയാ നീ കഥം കൊതം ഹേ ഇല്ല. നിങ്ങളടുത്ത് ഞാൻ ഇപ്പം ചോദിച്ചു ഫിറോസ് ഒക്കെ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അവിടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കുമെന്ന് വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല. അപ്പൊ രേണു അത് ചെയ്തപ്പം ആഹാ അല്ലേ സൂപ്പർ. അല്ല അങ്ങനല്ല അതിനകത്ത് വേറെ ഒരു അവളെ കണക്കല്ലല്ലോ നമ്മളൊരു ഫീൽഡിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ അപ്പൊ അവളെ കണക്കല്ല നിങ്ങളന്ന് നിങ്ങൾ സമ്മതിച്ച് അവള് വീഴ്ച നിൽക്കുന്നു നമ്മൾ ആരും അല്ലെന്നായി അവളെ കണക്കിനല്ല നിങ്ങളെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ച്. രേണു സുധി എന്ന് പറഞ്ഞ 4 ആൾ അറിയും, സജീന എന്ന് പറഞ്ഞ ആരറിയും. നിങ്ങൾ ബിഗ് ബോസ് പോയ നിങ്ങൾ എക്സ്പോസ് ആവും. എന്നെ അങ്ങ് കേട്ടടാ എങ്ങനെ പിന്നെ എനിക്കല്ലേ പണി. കഷ്ടമുണ്ട് വഴി പറഞ്ഞാടാ. പിന്നെ വഴി ആരെടുത്ത് ചോദിക്കണം? കൂടെ നിൽക്കുന്ന രേണു സുധിയല്ല, ബിഗ് ബോസിലെ മിന്നും താരം. വഴി അവിടെ തന്നെ അങ്ങ് ചോദിച്ചേക്ക്. ഈ സജിന പറഞ്ഞത് കേട്ടാ, ഞങ്ങൾ അവളെ കണക്കിനല്ലല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഞങ്ങൾ അവളെ കണക്കിനല്ലല്ലോന്ന്. അതിന്റെ അർത്ഥം എന്താ? അവളെ പോലെ നല്ലവളല്ലെന്നോ അവളെ പോലെ തറയല്ലെന്നോ? പിടി കിട്ടിയല്ലോ. ഇത്രയേ എനിക്ക് ചോദിക്കാനുള്ളൂ. റിപ്പീറ്റിൽ കേൾക്കാം. ആ വോയിസ് ഒന്നുകൂടി കേൾക്കണം. ഇല്ല. നിങ്ങളടുത്ത് ഞാൻ ഇപ്പം ചോദിച്ചു ഫിറോസ് ഒക്കെ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അവിടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കുമെന്ന് വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല. അപ്പൊ രേണു അത് ചെയ്തപ്പം ആഹാ അല്ലേ സൂപ്പർ. അല്ല അങ്ങനല്ല അതിനകത്ത് വേറെ ഒരു അവളെ കണക്കല്ലല്ലോ നമ്മളൊരു ഫീൽഡിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ അപ്പൊ അവളെ കണക്കല്ല നിങ്ങളന്ന് നിങ്ങൾ സമ്മതിച്ച്. അവള് വീഴ്ച നിൽക്കുന്നു നമ്മൾ ആരും അല്ലെന്നായി അവളെ കണക്കിനല്ല നിങ്ങളെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ച്. രേണു സുധി എന്ന് പറഞ്ഞ 4 ആൾ അറിയും, സജീന എന്ന് പറഞ്ഞ ആരറിയും. നിങ്ങൾ ബിഗ് ബോസ് പോയ നിങ്ങൾ എക്സ്പോസ് ആവും. എന്നെ അങ്ങ് കേട്ടടാ എങ്ങനെ പിന്നെ എനിക്കല്ലേ പണി. കഷ്ടമുണ്ട് വഴി പറഞ്ഞാടാ. പിന്നെ ബിഗ് ബോസിന്റെ കുഞ്ഞമ്മയുടെ തറവാട് സ്വത്തല്ലേ അവിടെ ഞാൻ പറഞ്ഞ കയറ്റി വിടാനായിട്ട് വഴി പറയാം. എനിക്ക് അറിഞ്ഞൂടെ കാരണം ആ ഏതായാലും രേണുസുതി കയറിയില്ലേ, മിന്നും താരമല്ലേ കൂടെ ഉള്ളത്, ചോദിച്ചൂടെ എങ്ങനെ കയറണമെന്ന്. ഇവിടെ തന്നെ എക്സ്പോസ് ആയില്ലേ. ഞാൻ അവളെ കണക്കിനല്ല. തീർന്നില്ലേ? അപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ അടക്കം രേണു എന്റെ വീഡിയോ ഒന്നും കാണൂല, പക്ഷെ എന്നെ കുറ്റം പറയും. ഓക്കെ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരടക്കം നിങ്ങളെ നല്ലതല്ല പറഞ്ഞു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ നല്ലത് കണ്ടിട്ടല്ല നിൽക്കുന്നത്. നിന്റെയൊക്കെ ഓഞ്ഞ റീച്ചും നെഗറ്റിവിറ്റി ആയാലും റീച്ച് ആ ഒരു സാധനം കണ്ടുകൊണ്ടാണ് നിന്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴായിട്ട് പറയുന്നത് ഇത് കുറച്ച് കാലത്തേക്ക് മാത്രം, അത് കഴിയുമ്പോൾ തീർന്നു കഥം. അത്രേ ഉള്ളൂ. കൂടെ നിൽക്കാൻ നല്ലൊരു സുഹൃത്ത് പോലും ഇല്ലാത്തൊരവസ്ഥ രേണുവിനുണ്ടാവും. അല്ലെങ്കിൽ എഴുതി വച്ചോ, ഇത് പറയുന്നത് പേര് മറക്കണ്ട, അതുൽ വ്ളോഗ്സ്. എഴുതി വച്ചോ, ഉറപ്പാ ഞാൻ പറയുന്നത്. ചിലപ്പോ വഴിയിൽ വെള്ളം കിട്ടാതെ കിടന്നാൽ പോലും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഉണ്ടാവും. കാരണം കാണിക്കുന്ന നന്ദികേടുകൾ. കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ച് തരുന്നവരടക്കം ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ, ഞങ്ങൾ രേണുവിനെ പോലെയല്ല. ഇതാണ് പറയുന്നത് മക്കളെ. നമ്മൾ പറയുമ്പോൾ കേട്ടല്ലോ. ഇതിന്റെ അപ്പുറം എനിക്കിനെ എക്സ്പോസ് ചെയ്യാനില്ല. ഇനിയും വളച്ചിലെടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് എക്സ്പോസ് ചെയ്യും, ഫുള്ളായിട്ട്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇതൊരു സാമ്പിൾ, ഒരു ഓലപ്പടക്കം മാത്രം. വെട്ടിക്കെട്ട്, പൊട്ടിപ്പൂരം, തൃക്കാവടി പൂരം എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. ഞാൻ ഇപ്പോഴും പറയാം, എന്നെ ചുമ്മാ ചൊറിഞ്ഞ് അല്ലെങ്കിൽ എന്നെ ഇട്ട് ഒരുമാതിരത്തെ രീതിയിൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിച്ച് പിളന്നൊട്ടിക്കും. അല്ലെങ്കിൽ വലിയ വലിയ എക്സാമ്പിൾ തന്നെ ഞാൻ വലിച്ചു കയറി ഒട്ടിച്ച ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് ചരിത്രം അറിയത്തില്ലെങ്കിൽ ഒന്ന് ചികയാൻ നിൽക്കണ്ട, വെറുതെ ഒന്ന് നോക്കിയേക്ക്. ചികഞ്ഞു കഴിഞ്ഞാൽ കനൽ കെട്ടിട്ടില്ലെങ്കിൽ മക്കളെ കൈ പൊള്ളും, അല്ലെങ്കിൽ ഞാൻ പൊള്ളിച്ചു വിടും. ഉള്ള കാര്യം ഞാൻ പറയാം. പിന്നെ എനിക്ക് ഇതുപോലത്തെ കൂതറ നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്കിതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. സജിന പറ ഇനി, വോയിസ് അല്ല, ലൈവില് മീൻസ് വീഡിയോയില്. പക്ഷെ നിങ്ങൾക്ക് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കോ. ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് ചുമ്മാ വന്നിരുന്ന് വളവള എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ല. പറയേണ്ടുന്ന പോലെ അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ തന്നെയാണ് സജീന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വോയിസ് റെക്കോർഡ് കേട്ട് ബിഷപ്പിനെ സഹതപിക്കുകയോ പരിതപിക്കുകയോ ആരും ചെയ്യണ്ട. പക്ഷേ ഞങ്ങൾക്ക് ഈ വോയിസ് കേട്ട എനിക്ക് നിങ്ങളോടൊക്കെയാണ് സഹതാപം. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ, ഒരുപാട് പേർക്ക് കോൺടാക്ട് കാണുമല്ലോ, ആ വോയിസ് അങ്ങോട്ട് തരാൻ പറ.
വോയിസ് എന്തായാലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ആ വോയിസ് ഒന്ന് ഇട്ട് തരാൻ പറ. അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ കേട്ടത് കൊണ്ടാണ് പറഞ്ഞത്. ഞാനൊരു വ്ളോഗറാണ്. ഞാനിപ്പോൾ രേണുസുതി അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രേണുസുതി അങ്ങ് വെളുപ്പിക്കുന്നു, രേണുസുതി അങ്ങ് ചെയ്യുന്നിരിക്കുന്നു പറയുന്നു. ഈ രേണുവിൻ്റെ വായിൽ നിന്ന് എന്നെക്കുറിച്ചൊരു അവരവസ്ഥ കേട്ടാൽ ഞാൻ അങ്ങനെ പ്രതികരിക്കും. അത്രയേ ഉള്ളൂ. അതാണ് ഉദാഹരണം. പ്രതികരണം കുറച്ച് മുന്നേ കേട്ടല്ലോ, വീഡിയോയിൽ വന്ന് നിന്നിട്ട് രേണുസുതിക്ക് എന്നോട് പറഞ്ഞത് കേട്ടല്ലോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് വളച്ചൊടിക്കും. അയ്യോ അത് ഞാൻ അങ്ങനെയല്ല, അവൻ്റെ ഉള്ളിൽ നിന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോളെ ഞാൻ 1.5 മണിക്കൂറിൻ്റെ വോയിസ് ഫുള്ളെടുത്തങ്ങിടും. നോ കട്ട്, വിത്തൗട്ട് കട്ട്. അവിടെ അത് കേൾക്കുമ്പോൾ തന്നെ ആരാണ് ആരുടെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാവും. അതുകൊണ്ട് സജീവൻ ചേച്ചി, എനിക്ക് നിങ്ങളടുത്ത് ഒരു ദേഷ്യമില്ല, സീരിയസിൽ പറയാതെ. ഞാൻ നിങ്ങളൊരു കോമഡി പീസായിട്ടാണ് കണ്ടിട്ടുള്ളത്, സീരിയസിൽ. പക്ഷെ കോമഡി കുറച്ച് അതിക്രമിച്ച് വരികയാണ്. തള്ളു കൂടുതലാണ് നിങ്ങൾ തള്ളുന്നത്, മയത്തി തള്ളു കുഴപ്പമില്ല. ഒരു ഒരു ബൗണ്ടറി കടന്ന് അപ്പുറത്ത് തള്ളുമ്പോൾ കേട്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല. എന്നെ കൊണ്ട് ഫുള്ള് എക്സ്പോസ് ചെയ്യിപ്പിക്കില്ലേ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ സത്യം, ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്നല്ല, എനിക്ക് പിന്നെ ഒരു വിഷയം ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ഞാനിങ്ങനെ ചെകയും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. അത് നല്ല സ്വഭാവമാണോ വൃത്തിയിട്ട സ്വഭാവമാണോ അറിയത്തില്ല. ഞാൻ ചെകയും. കണ്ണിൽ കെട്ടിട്ടില്ലെങ്കിൽ കൈകളൊക്കെ മറ്റും പൊള്ളു അപ്പികളെ. ഓക്കെ. ഇപ്പോൾ സജന ചേച്ചി ബിഷപ്പിനെ പറ്റിയിട്ട് എന്തോ വോയിസ് കേട്ടെന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ഏത് വോയിസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഷപ്പിന്റെ അടുത്ത് സംസാരിച്ചത് ഇവരെല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ബിഷപ്പ്. അതായത് ഈ രേണുവിന്റെ ഫാമിലിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വാട്സപ്പൊക്കെ ആയിരിക്കും എല്ലാം കോണ്ടാക്ട്സ്. ആ സമയത്ത് അവർ വേറെ ഏതോ നമ്പർ വഴി ബിഷപ്പിനെ വിളിച്ചിട്ട് സംസാരിച്ചതാണ്. ആ സംഭവം അതിനെക്കുറിച്ചും ആ വോയിസിനെ പറ്റിയിട്ടും ബിഷപ്പ് പറയുന്നുണ്ട്. നമുക്ക് കേട്ടു നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കും കേട്ടോ. എനിക്ക് ഇത്രയും പുച്ഛമാണ് നിങ്ങളുടെ അടുത്തൊക്കെ തോന്നുന്നത്. കൂടെ നിന്നിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെയാണ് പറയുന്നത് മറ്റുള്ളവരുടെ അടുത്ത്. വേറെ ഒന്നും വേണ്ട, എൻ്റെ അടുത്താണ് പറഞ്ഞത്, അതും ഞാൻ. ചിന്തിച്ചൂടെ? ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥകൾ. എൻ്റെ പൊന്നു സജിനെ, നിങ്ങളൊക്കെ ഈ നമ്മളെ അതേ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ട്. അതായത് നന്ദി ചെയ്തവർക്ക് നന്ദിയോട് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ അത് നിങ്ങൾ ഓപ്പണായിട്ട് പറയുന്നില്ല. നിങ്ങളത് വളച്ചൊടിച്ച് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു ബേസിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നിലപാടുകളും സ്വന്തം അഭിപ്രായങ്ങളും മണ്ണി കുഴിച്ചിട്ടിട്ട് നിൽക്കുന്നില്ലേ? അത് ക്വാളിറ്റി അല്ല ഒരിക്കലും. നമുക്ക് വെട്ടിത്തുറന്ന് പറയാൻ ഉള്ള ധൈര്യം വേണം. അതാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവൻ അല്ലെങ്കിൽ ചെയ്യുന്നവൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കണ്ടന്റ് ചെയ്യാൻ അറിഞ്ഞൂടാ എന്ന് നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. കൂടുതൽ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ വിളിച്ചോ, ജയ് വിളിച്ചോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ജയ് വിളിക്കുമ്പോഴും നിങ്ങളുടെ കരിയർ അടക്കം തൊലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഉപദേശിക്കുന്നില്ല. ബിഷപ്പ് ഈ സജിന പറയുന്ന വോയിസിനെ പറ്റിയിട്ടുള്ള കാര്യം ഒന്ന് കേട്ടു നോക്കാം. നമസ്കാരം വിവി. ഞാൻ വളരെ വിഷമത്തോടാണ് ഇപ്പൊ ഈ വോയിസ് അയക്കുന്നത്. അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഇങ്ങനൊരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എൻ്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ രേണുസുതിയുടെ മൊബൈലിൽ നിന്ന് എൻ്റെ സ്റ്റാഫിൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് വരികയുണ്ടായി. ആ സമയത്ത് ഇവിടെ ചായ കുടിയുടെ സമയമാണ്, 4 മണി കഴിഞ്ഞ സമയമാണ്. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ഫോൺ ഉണ്ടെന്ന് പറയാൻ എൻ്റെ അടുത്ത് തന്നു. ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടുന്ന് അപ്പുറത്തു നിന്നാന്ന് പറഞ്ഞു. ശരി, എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണുസുതിയുടെ ജ്യേഷ്ഠത്തെയാണ് എന്നോട് സംസാരിച്ചത്. ഓക്കെ. ബിഷപ്പിന്റെ അവിടെ പോകുമ്പോൾ സ്റ്റാഫൊക്കെ ഉണ്ട്, ഞാനൊന്ന് കണ്ടതായിരുന്നു. അവിടെ ഒരു സ്റ്റാഫ് പയ്യനുണ്ട്. ആ പയ്യന്റെ നമ്പർ തപ്പിയെടുത്തിട്ട് അവനെ വിളിച്ചിട്ട് ബിഷപ്പിന്റെ കണക്ട് ചെയ്തു. എന്നിട്ട് രേണുവിന്റെ സഹോദരിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഉളുപ്പില്ലേ എന്നേ ഞാൻ ചോദിച്ചുകൊണ്ട് തുടങ്ങുന്നുള്ളൂ. ഇങ്ങനെ നാണം കെടാനായിട്ട് എന്താണ് ഇരിക്കുന്നത്? ആ മനുഷ്യനെ എന്തിനാണ് ഇത്രയിട്ട് ദ്രോഹിക്കുന്നത്? അങ്ങനെ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? കയറി കിടക്കാൻ ഒരു ഒരു തുണ്ട് ഭൂമിയില്ലാതെ എവിടെയോ കിടന്നതിന്, ഏതോ ചെളിക്കുഴികളിൽ കിടന്നതിന് കൊണ്ടുവന്ന് നല്ലൊരു സ്ഥലം തന്ന് അവിടെ ഇരുത്തിയതാണോ അങ്ങനെ ചെയ്ത തെറ്റ്? അങ്ങനെ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? എനിക്കത് മനസ്സിലാവുന്നില്ല ഇതുവരെ. സ്വന്തം കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് അല്ലെങ്കിൽ സ്വന്തം വസ്തു എടുത്ത് നിങ്ങൾക്കൊക്കെ തന്നിട്ട് നിങ്ങളെയൊക്കെ പിടിച്ച് അവിടെ ഇരുത്തിയതാണോ അങ്ങനെ ചെയ്ത തെറ്റ്? എന്ത് മനുഷ്യരാടാ! സ്വയമേ തന്നെ ഇത്രയും നന്ദികേട് കാണിക്കുമ്പോൾ നിനക്കൊക്കെ ഉളുപ്പ് തോന്നുന്നില്ലേ? ഉളുപ്പ് അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? മനുഷ്യന്മാർ ഇങ്ങനെയും വൃത്തികെട്ട മനുഷ്യന്മാരുണ്ടല്ലോ. സത്യം വെറും പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തെറ്റാണ് ആ വ്യക്തി നിങ്ങളോട് ചെയ്തത്? ഒരു കാര്യമില്ലാതെ നാട്ടുകാരുടെ വായിലിരിക്കുന്ന സൈബർ അറ്റാക്ക്, നാട്ടുകാരുടെ വായിലിരിക്കുന്ന തെറിവിളി കേൾക്കേണ്ട ഒരു അവസ്ഥ, അത് നിനക്കൊന്നും പറയാൻ മനസ്സിലാവില്ല. നിന്നോടൊക്കെ എന്ത് തെറ്റാണ് അങ്ങനെ ചെയ്തത്? നിനക്കൊക്കെ അത്രയ്ക്ക് പറ്റില്ല. ഇറങ്ങിപ്പോവാ വീട്ടിൽ നിന്ന്. ഇറങ്ങിപ്പോയിട്ട് എവിടെയെങ്കിലും ഇറങ്ങി വെച്ചു പോവാ. അത് കിച്ചുവിനും ആ മറ്റേ പയ്യനും കൊടുത്ത വീടാണ്. നീയൊക്കെ ഇറങ്ങിപ്പോ. നിനക്ക് ഇത്രയ്ക്ക്
മനുഷ്യന്മാരായ കുറച്ച് അന്തസ് വേണം കേട്ടോ. സജിനെ, എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ള, ഇങ്ങനത്തെ ഇത്രയും ചീഞ്ഞ പരിപാടി കാണിക്കുന്ന ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കാൻ നിനക്ക് ഉളുപ്പില്ലേ? നീ പറഞ്ഞല്ലോ നിന്നെ ഞാൻ അപരാധി എന്ന് വിളിച്ചും കൊണ്ട് ഞാൻ നിന്നെ അഭിസംബോധന ചെയ്തു, വലിയ തെറ്റായിപ്പോയി. ഞാനത് മറ്റേ അർത്ഥത്തിൽ ഉദ്ദേശിച്ച് വിളിച്ചല്ല. നിന്റെ അടുത്ത് ഞാൻ കോൾ ചെയ്ത സമയത്ത് പറഞ്ഞു ഞാൻ മറ്റേ അർത്ഥത്തിലേ വിളിച്ചതല്ല. അപരാധിത്തനമെന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ അതിന്റെ മറ്റേ മീനിങ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. സീരിയസ്ലി എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് സജിനെ നിങ്ങളുടെ അടുത്തൊക്കെ. നിങ്ങൾ എന്ത് മനുഷ്യ പറ്റുന്ന സാധനം ഉണ്ടോ? ഒരു വ്യക്തിയെ വലിച്ചു കീറുന്നതിന് ഒരു കൈയും കണക്കുണ്ട്. അങ്ങനെ എന്ത് തെറ്റ് ചെയ്തെന്ന് ആദ്യം ആലോചിക്കും. സ്വന്തം കയ്യിലുള്ള വസ്തു എടുത്ത് തന്നതാണ് തെറ്റ്? നിങ്ങൾ കൊടുക്കും ആർക്കെങ്കിലും? അല്ലെങ്കിൽ പോട്ട് നിങ്ങൾ ഇതുപോലെ ആർക്കെങ്കിലും ദാനം കൊടുത്തു, കുറച്ച് കയ്യിലിരിക്കുന്ന വസ്തുവും കാര്യങ്ങളൊക്കെ ദാനം കൊടുത്തിട്ട് നാളെ അവർ നിങ്ങളെ ചെളിവാരി അടിച്ച നിങ്ങൾക്കുണ്ടാവുന്ന ആ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വെളിവുണ്ടോ നിങ്ങൾക്കൊക്കെ? മനുഷ്യപ്പറ്റുണ്ടോ? ഈ ശാപങ്ങളെല്ലാം എവിടെ കൊണ്ട് വയ്ക്കും? ഈ വ്യക്തിയോട് കാണിച്ചു കൂട്ടുന്ന ഈ ശാപമെല്ലാം, ഇതെല്ലാം ശാപമായിട്ട് ആ വ്യക്തിയുടെ ഓരോ കണ്ണുനീരും നിനക്കൊക്കെ ശാപമായിട്ട് നിനക്ക് നിന്റെയൊക്കെ തലമുറയ്ക്ക് അടിക്കും. ആ ശാപമൊക്കെ നീക്ക് എവിടെ വാങ്ങിച്ചോണ്ട് വയ്ക്കും? ഉളുപ്പ് തോന്നുന്നില്ലേ? എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ നീയൊക്കെ പറ. ഇനിയിപ്പോൾ ചിലപ്പോൾ പറ അങ്ങേർക്ക് ഭാര്യ മക്കളുണ്ടെങ്കിൽ അത് അങ്ങേരെ കഴിവ്. അങ്ങനെയൊക്കെ ഞാൻ മുന്നേ എങ്ങാണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങേർക്ക് വേറെ ഭാര്യ മക്കളൊക്കെ ഉണ്ടെന്ന്. അത് അങ്ങേരെ കഴിവുണ്ടെങ്കിൽ. പക്ഷെ നീയൊക്കെ കാണിക്കുന്ന നന്ദികേട്, അങ്ങനെ ഈ വിഷമിപ്പിക്കുന്നില്ലേ, ഒരു കാര്യമില്ലാതെ വലിച്ചു കീറുന്നില്ലേ, ആ കണ്ണീര് നിന്റെയൊക്കെ തലമുറ അടക്കം ശാപമായിട്ട് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. പറ്റുവാണെങ്കിൽ പോയി മാപ്പ് പറ. അതാണ് ചെയ്യേണ്ടത്. കാരണം എന്ത് തെറ്റാണ് ആ വ്യക്തി ചെയ്തതെന്ന് എനിക്കൊന്ന് പറഞ്ഞതാ. സ്വന്തം കയ്യിലിരിക്കുന്ന വസ്തു എടുത്ത് ദാനം ചെയ്തതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? അനുഭവിക്കും നീയൊക്കെ, എഴുതി വെച്ചോ. ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കും നീയൊക്കെ, അല്ലെങ്കിൽ നിന്റെയൊക്കെ തലമുറ. പറ്റുവാണെങ്കിൽ മാപ്പ് പറ, കാല് വീണ് മാപ്പ് പറ. അതാണ് നിനക്കൊക്കെ നല്ലത്. സജിന, നിന്റെ അടുത്താണ് മെയിനായിട്ട് പറയാനുള്ള. ഇരുന്ന് ആലോചിക്കുക ആ വ്യക്തി എന്താണ് തെറ്റ് ചെയ്തതെന്ന്. നീ തന്നെ എന്നോട് പറയുന്നുണ്ട്, എന്നിട്ട് നിനക്ക് വീഡിയോയിൽ വരുമ്പോൾ വേറെ നിലപാട്. കൊള്ളാം, ബാക്കി പറയാം. എന്നോട് ചോദിച്ചു, തിരുമേനി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് തിരുമേനിക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വിരോധമില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താ അതിൻ്റെ കാരണം? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ്. വ്ളോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല അവരൊരു വീഡിയോസ് ഇടുന്നത്. അവർ വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു, അവർക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു, അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു. അവർ ഓരോ ദിവസം ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു. ചില ദിവസം എൻ്റെ പേര് പരാമർശിക്കുന്നു. എനിക്കിതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എൻ്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു വ്ളോഗേഴ്സിനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെ എന്നെ പ്രൊട്ടക്ട്. ഞാൻ ഈ ബിഷപ്പിന്റെ അടുത്ത് ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്നേ വരെ ഇന്ന വീഡിയോ ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യും. അത് കേട്ടിട്ട് നമ്മളാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇന്നേ ഒരു ആരുടെയും ഒരു കണ്ടന്റും ആരുടെയും ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്ത് ചരിത്രവുമില്ല. പിന്നെ റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ റീച്ചിന് വേണ്ടി അല്ലാണ്ട് ഒറ്റയ്ക്കിരുന്ന് കാണാനോ വീഡിയോ ആണ് എങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് കണ്ണാടിയൊക്കെ ഇരുന്ന് സംസാരിച്ചാൽ പോരെ. റീച്ചിന് വേണ്ടി തന്നെയാണ് 10 ആള് കാണണം, നമ്മുടെ നിലപാടുകളും നമ്മുടെ അഭിപ്രായങ്ങളും പറയും, പിന്നെ മറ്റേ ഉടായ്പകൾ കാണിക്കുന്നതിനെ എക്സ്പോസ് ചെയ്യും. ഇങ്ങനെ എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യും ഇനിയും ചെയ്യും. അതിന്റെ പേരിൽ നമുക്ക് റവന്യൂ കിട്ടുന്നുണ്ട് എന്ന് വെച്ചിട്ട് നിലപാടില്ലാതെ എത്തിക്സ് ഇല്ലാതെ ഇന്നേ വരെ സംസാരിച്ച ചരിത്രമല്ല. പക്ഷെ ഈ സജിനെ പോലുള്ളതൊക്കെ കാണിക്കുന്ന അതാണ്. ബിഗ് ബോസിൽ കയറാനും ഇതിനെയൊക്കെ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആയാലും റീച്ച് മതി. മനുഷ്യന്മാര് പറ്റുവാണെങ്കിൽ അങ്ങേറെ കാലിൽ പോയി വീഴുന്നു മാപ്പ് പറ, ശാപം വാങ്ങിച്ച് പിടിക്കല്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കൂടെ ഈ രേണുവും കൂണും ഒന്നും കാണൂല. ശാപങ്ങൾ വാങ്ങിച്ച് പിടിക്കരുത്. അത്രയ്ക്ക് നന്ദി കേടാണ് ആ രേണുവും കുടുംബവും ആ വ്യക്തിയോട് കാണിച്ചിട്ടുള്ള. ഒരു കാര്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ വലിച്ചു കീറി. അദ്ദേഹം എന്ത് തെറ്റാ ചെയ്തത് ആലോചിക്കുക. മനുഷ്യപ്പറ്റില്ലാത്ത സാധനങ്ങൾക്ക് വസ്തുവും കൊടുത്ത് വീടും വെച്ചു കൊടുത്ത് മതിലും വെച്ചു കൊടുത്ത് കേൾക്കുന്നതെല്ലാം പാവങ്ങൾ. അർഹതപ്പെട്ട ഏതെങ്കിലും കയ്യിൽ പോയി നിങ്ങൾ അവർ പൊന്നെ പോയെന്ന് പറഞ്ഞ് ആ വീടും കാര്യങ്ങളും കൊണ്ടുപോയതിനെ. അങ്ങനത്തെ ഞാൻ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരു വ്ളോഗർമാർക്ക് എഗനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ ജോലി വേറൊരു ജോലിയാണ്. ഞാനൊരു മിഷണറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത്. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് എൻ്റെ പിൻപിൽ സമൂഹത്തിൽ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കമൻറ്റുകൾ ഇടാറുണ്ട്. ഇന്ന് വരെ ഒരാളെ കുറ്റപ്പെടുത്തി ഒരു കമൻറ്റ് ഞാൻ എഴുതിയിട്ടില്ല.
വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലിയെ പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ലെങ്കിൽ അവരെ ഒന്നിനെ പറ്റി മോശമാക്കുന്ന ഒരു കമൻസ് ഞാൻ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്ന വ്ളോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട്. അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ വ്ളോഗേഴ്സിന് എഗനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്ന് വരെ എവിടെയും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇന്ന് വരെ രേണു സുധിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു വ്ളോഗേഴ്സിനെ കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ. എനിക്കതിൻ്റെ ആവശ്യം എന്താണ്? എനിക്കതിന് സമയമില്ല. കാരണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല. എൻ്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ലാതിരിക്കും. ഞാൻ എന്തിനാ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയേണ്ട കാര്യം എന്താണ്? അതുപോലെ അവരവിടെ താമസിക്കുന്നതിന് എനിക്കെന്താ വിരോധം? അവർക്ക് സർവ്വസാന്ദ്രമായി പണിതിരിക്കുന്ന വീട്ടിൽ അവരവിടെ താമസിക്കുന്നു, അവിടെ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്നതിന് എനിക്കെന്താണ് വിരോധം? ഞാൻ അവരുമായിട്ട് യാതൊരു ശത്രുതയ്ക്കോ ഒരു വഴക്കിനോ പ്രശ്നത്തിനോ പോയിട്ടുള്ള ആളല്ല. അവസ്ഥ കേട്ടാ, എനിക്കൊക്കെ താങ്ങാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോൾ വെടിവെച്ചിടും ഇതുപോലെ എൻ്റെ അടുത്ത് നന്ദികേടുകൾ കാണിച്ചാൽ. ഉള്ള കാര്യം പറയാം, എനിക്ക് അത്രയ്ക്കും ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു, ആ ബിഷപ്പ് കയ്യിലിരുന്ന വസ്തു കൊടുത്ത് അതും ദാനം ചെയ്ത് 5 പൈസ വാങ്ങിയിട്ടല്ലേ 7 സെന്റ് സ്ഥലം ടക്കന് നന്ദികേട് കാണിക്കുന്നു, അങ്ങേരെ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറുന്നു. എൻ്റെ പൊന്നിയുടെ അവസ്ഥ എന്തിനാണ് അങ്ങേരെ ഈ വലിച്ചു കീറുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എത്തിക്സ് ഇല്ലാത്ത, നിലപാടില്ലാത്ത മനുഷ്യന്മാർ, നന്ദിയില്ലാത്ത മനുഷ്യന്മാർ. പക്ഷെ എൻ്റെ പൊന്നടാവേ ഒന്നും പറയാനില്ല. നല്ലൊരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്, ഞാനവിടെ പോയിട്ടുള്ളത് കൊണ്ട് പറയുക. നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും നന്ദികേട് മനുഷ്യന്മാർ കാണിക്കരുത്. സീരിയസ്ലി പറയാം, ഇത് ശാപങ്ങൾ വാങ്ങി വയ്ക്കരുത് കേട്ടോ. ഉള്ള കാര്യം ഭയങ്കര ഭയങ്കര അവസ്ഥയാണ്. ഒന്നും പറയാനില്ല. ഇങ്ങനെ മനുഷ്യന്മാരെ ഒന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിലുള്ള ഏതാനും ചില ആൾക്കാർ ഇതൊരു മാറ്ററാക്കി എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ട് എന്നെ ഇപ്പം ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും മനപ്രയാസപ്പെടുത്തുകയും ചെയ്യണം. അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസം എൻ്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി വ്ളോഗറുണ്ട്. ആ ലേഡി വ്ളോഗർ എൻ്റെ ജീവിതത്തിൽ എന്നെ പറയാൻ വയ്യാത്ത വാക്കുകൾ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞ് അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. കോടതിയിൽ ഇപ്പോൾ ആ കേസ് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പിൽ പറയാത്തത്. കോടതി കേസ് നിൽക്കുകയാണ്. കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് പുറത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ പേര് പറയുന്നില്ല. കോടതിയിൽ ഇപ്പോൾ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരു കാരണമില്ലാതാണ് ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ചു വെച്ച് എന്നെ മനപ്രയാസപ്പെടുത്തുന്നത്. ഞാൻ ഒരു വ്ളോഗർമാരോടും ഇന്ന വീഡിയോ ചെയ്യണം, ഇന്ന വീഡിയോ ചെയ്യരുത്, എനിക്കിത് പറയേണ്ട ആവശ്യം എന്താ? സ്വന്തം ചാനലുകളുള്ള വ്ളോഗേഴ്സ്, അവർക്ക് സ്വന്തമായിട്ട് ഓരോ പേജുകളുള്ളവര്. സത്യം, ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി എവിടെയാണ് പോയി മോശം കമന്റ് ഇട്ട? ഞാനാണെങ്കിൽ സത്യം പറയാമല്ലോ, എനിക്ക് ഇത്രയൊന്നും ഉൾക്കൊണ്ട് താങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ല. എന്നെയൊക്കെയാണ് ഇതുപോലെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ വലിച്ചു കയറി പൊട്ടിച്ച് പണ്ടാറാക്കിട്ട് പോകും. ഇത് ആ വ്യക്തി എന്തുമാത്രം സൊസൈറ്റിയിൽ നിന്നും നെഗറ്റീവ്സ് വാങ്ങി കൂട്ടുന്നു. അത് കുറെ അന്തങ്ങളാണ്, രേണുവിന്റെ അന്തങ്ങൾ. സത്യം പറഞ്ഞാൽ അവർക്കൊന്നും കാര്യം പോലും നേരെ അറിയത്തില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ കിടന്ന് സംസാരിക്കുന്നുണ്ട് കുറെ ഊളകൾ. ഇത്രയും വിവരമില്ലാത്ത വിവരദോഷികളായ മനുഷ്യന്മാർ. ഞാൻ എന്ത് പറയാനാ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ. പിന്നെ അദ്ദേഹം എവിടെ കമന്റ് ഇടണം, എന്ത് കമന്റ് ഇടണമെന്നൊക്കെ അങ്ങേരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ഇഷ്ടമുള്ള പോലെ നടക്കും. അതിനൊന്നും ആരും പോയി ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അത് വേറൊരു കാര്യം. ഇനി ബാക്കി ബിഷപ്പ് പറയുന്ന കുറച്ച് കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ അതും കൂടി കേൾക്കണം കേട്ടോ. ആയിക്കൊള്ളട്ടെ, ഗ്രൂപ്പുകളായിക്കോട്ടെ, അവരോട് ഞാൻ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ അവർ മാറ്ററായിട്ട് അവർ വീഡിയോ ഇടുന്നു, അവർ വീഡിയോ ചെയ്യുന്നു. അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് കൈപ്പറ്റുന്നു. എനിക്കിതിനകത്തൊന്നും ഒരു വരുമാനമില്ല. ഞാൻ ആകെ കൂടെ ചെയ്തത് പിന്നെ നിരാലംബരായിട്ടുള്ള 2 കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് 24 ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻ നായരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് 7 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു. അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല. ഞങ്ങളെ മനപ്രയാസപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറുകയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ്. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. എന്നെ വെച്ച് നിങ്ങൾ ഈ പറയപ്പെടുന്ന ലേഡി വ്ളോഗറാണ്, അവരെന്നെ വെച്ച് ഭയങ്കരമായ രീതിയിൽ അവരാണ് ഈ രേണു സുധിക്ക് വേണ്ടിയിട്ട്, രേണു സുധിയുടെ സകല കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി വ്ളോഗറാണ് അവര്. സമൂഹത്തിൽ അവരെ പലർക്കും അറിയാം. എന്നെ വിട്ടേക്കാൻ പറയൂ പ്ലീസ്, എന്നെ വിട്ടേക്കാൻ പറയൂ. ഈ കണ്ണുനീരിനെ നീയൊക്കെ അനുഭവിക്കാതെ പോകത്തില്ല, ശാപം കിട്ടും. ഉള്ള കാര്യം ഞാൻ പറയാം. നിങ്ങളൊന്ന് ആലോചിക്കും. സച്ചിനെ, നിങ്ങളടുത്താണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്താ? ഇപ്പം നിങ്ങൾ വീഡിയോയിലൂടെ ചെയ്യുന്നതെന്താ? നിലപാടില്ല, നിലവാരമില്ല. റീച്ചിന് വേണ്ടിയിട്ട് രേണുവിന്റെ പിന്താങ്ങി നടന്നുകൊണ്ട് പല പോക്കൃത്തനങ്ങളുമാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. നിങ്ങൾ തന്നെ എന്നോട് പറയുന്നു ഞാൻ രേണുവിനെ പോലെ അല്ല എന്ന്. ഇതാണ് മനുഷ്യന്മാർ. ഇത്രയെങ്കിലും ഞാൻ ആ വോയിസ് കേൾപ്പിച്ചില്ലെങ്കിൽ ഞാൻ എന്തോ എൻ്റെ മനസ്സിനോട് ചെയ്യുന്ന ഒരു നന്ദികേട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയസ്ലി
സീരിയസ്ലി എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഈ വ്യക്തിയെ, ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങളെ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറുന്നത് കാണുമ്പോൾ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനി ഏണുവിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം, കണ്ടു നോക്കേ. കട്ട് ചെയ്തു. മീഡിയ എംബെന്ന് പറഞ്ഞോട് കട്ട് ചെയ്തു. ഒരാള് ആരാന്ന് പറയാൻ പറ്റത്തില്ല. ഇന്റർനാഷണൽ കോളാണോ? സുധിച്ചേട്ടനെന്ന് പറയാത്ത നന്നായി ഫോണില്. അങ്ങനെയാണല്ലോ കീഴ്വഴക്കം, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ആരെങ്കിലും ആവട്ടെ, ഇതുപോലെ ജനങ്ങളുടെ ഇടയിലേക്ക് നെഗറ്റീവിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും. കള്ളു കുടിക്കുന്നു എന്ന് പറഞ്ഞ് അത് എന്തോ പോസിറ്റീവായിട്ട് കൊണ്ട് നടക്കും. തോന്നിവാസങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ജന്തുക്കളെ കണ്ടിട്ടില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉള്ള ഒന്നിനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തുമില്ല. ഉള്ള കാര്യം പറയാമല്ലോ, വളരെയധികം പുച്ഛവും ദേഷ്യവും എല്ലാം എനിക്ക് ഫീലുണ്ട്. ആ ബിഷപ്പിനെ ഫിറോസിക്ക മറന്നാണ്. എന്തിനാണ് ഇവരൊക്കെ ഇതൊക്കെ കാണിക്കുന്നത്? എന്ത് മനുഷ്യന്മാരുടെ അത്, ഇതൊക്കെ എവിടെ നിന്നാ കുറ്റി മുറിച്ചോണ്ട് വരുന്നത്? സജിന കേട്ട് കാണുമല്ലോ, സന്തോഷം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ. വരുത്തിക്കരുത് വീണ്ടും.